ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ നാട്ടിലെത്തിയവർക്ക് കിട്ടിയത് മുട്ടൻ പണിയാണ്. ആഘോഷങ്ങൾക്ക് ശേഷം തിരികെ ജോലി സ്ഥലങ്ങളിലേക്കും പഠന കേന്ദ്രങ്ങളിലേക്കും മടങ്ങാൻ ടിക്കറ്റില്ലാതെ വലയുകയാണ് നല്ലൊരു വിഭാഗം ആൾക്കാരും. വാരാന്ത്യത്തിൽ ട്രെയിൻ, ബസ് തുടങ്ങിയ സ്ഥിരം മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, മൈസൂർ, മംഗളൂരു എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ യാത്രക്കാരുള്ളത്. ട്രെയിനുകളിൽ ടിക്കറ്റുകൾ വളരെ നേരത്തെ തന്നെ വിറ്റുതീർന്നിരുന്നു. ബസ്സുകളിലും സ്ഥിതി സമാനമാണ്. തത്കാൽ ടിക്കറ്റുകളെ ആശ്രയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. തത്കാൽ ടിക്കറ്റുകളുടെ വിൽപ്പന തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ അതും വെയിറ്റിംഗ് ലിസ്റ്റ് ആകുകയാണ്. പ്രീമിയം തത്കാലാണെങ്കിൽ വിമാനത്തിന് സമാനമായ നിരക്കാണ് ഈടാക്കുന്നത്. സ്വകാര്യ ബസ് സർവീസുകളിലും ഉയർന്ന നിരക്കാണ് അനുഭവപ്പെടുന്നത് എന്ന് യാത്രക്കാർ പറയുന്നു. അവസരം മുതലാക്കി ഓപ്പറേറ്റർമാർ ഉയർന്ന നിരക്ക് ഈടാക്കുകയാണ്. ദൂരെ സ്ഥലങ്ങളിലേക്കെന്ന പോലെ തന്നെയാണ് സംസ്ഥാനത്തിന് അകത്തുള്ള യാത്രക്കാരുടെയും സ്ഥിതി. തിരുവനന്തപുരത്ത് നിന്ന് മലബാർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ ഒന്നിലും ടിക്കറ്റ് ലഭ്യമല്ല. അടുത്തയാഴ്ച പുതുവത്സര അവധി കൂടി വരാനിരിക്കെ തിരക്കും ടിക്കറ്റ് നിരക്കും ഇനിയും കൂടുമെന്ന ആശങ്കയുമുണ്ട്. യാത്രക്കാർ ഇത് പലതും പങ്കുവയ്ക്കുന്നുമുണ്ട്. ചില റൂട്ടുകളിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും യാത്രക്കാരുടെ എണ്ണം അതിലും കൂടുതലായതിനാൽ സംവിധാനങ്ങൾ പര്യാപ്തമല്ല. മുൻപ് ടിക്കറ്റ് ബുക്കിംഗിന് 120 ദിവസം മുൻപ് അവസരമുണ്ടായിരുന്നത് ഇപ്പോൾ 60 ദിവസത്തെ സമയം മാത്രമാണ് മുൻകൂട്ടി നൽകുന്നത്. ഇതും ടിക്കറ്റ് ലഭ്യത കുറയാനുള്ള കാരണമായി. കേരളത്തിലേക്ക് വന്നാൽ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന ആഴ്ചയിൽ പ്രധാന നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റ് കിട്ടാനില്ലാത്ത സ്ഥിതിയാണിപ്പോഴുള്ളത്. അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ ഓൺലൈൻ ടിക്കറ്റ് പ്ലാറ്റ്ഫോമായ IRCTC വെബ്സൈറ്റ് പണിമുടക്കി. ഇതും യാത്രക്കാരെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതോടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി യാത്രക്കാർ. തത്കാൽ ബുക്കിംഗുകാരെയാണ് ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി സൈറ്റോ ആപ്പോ തുറന്നാൽ മെയിന്റനൻസ് കാരണം ഈ ടിക്കറ്റിംഗ് സേവനം ലഭ്യമാകില്ല. ദയവായി പിന്നീട് ശ്രമിക്കുക എന്ന അറിയിപ്പാണ് ലഭിക്കുന്നത്. ടിക്കറ്റ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണമെന്ന നിർദ്ദേശവും ലഭിക്കുന്നുണ്ട്. രാവിലെ 10 മണിയോടെ AC കോച്ചുകളിലേക്കുള്ള തത്കാൽ റിസർവേഷന് യാത്രക്കാർ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ പ്രീമിയം തത്കാൽ ടിക്കറ്റുകൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ വലിയ തട്ടിപ്പാണ് ഇതിന് പിന്നിലെന്ന പ്രതികരണവുമായി ചില യാത്രക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വെബ്സൈറ്റിലെയും ആപ്പിലെയും പ്രശ്നങ്ങളെ സംബന്ധിച്ച് റെയിൽവേയോ IRCTCയോ പ്രതികരിച്ചിട്ടില്ല. സൈറ്റും ആപ്പും എപ്പോൾ പ്രവർത്തനക്ഷമമാകുമെന്നും ഇതുവരെയും വ്യക്തമല്ല. ഈ മാസം ഇത് 2ാം തവണയാണ് IRCTC വെബ്സൈറ്റ് പണിമുടക്കുന്നത്. അതിനിടെ ജപ്പാനിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ താറുമാറായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങൾ പുറപ്പെടാൻ വൈകിയേക്കുമെന്ന് ജപ്പാൻ എയർലൈൻസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈബർ ആക്രമണത്തെ തുടർന്ന് ടിക്കറ്റ് വിൽപ്പനയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫ്ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുമ്പോൾ യാത്രക്കാരെ അറിയിക്കുമെന്നും പ്രസ്താവനയിൽ വിമാന കമ്പനി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.